നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ടെൻഡർ വിവാദം. പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച UDF അംഗങ്ങൾ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. പഴഞ്ഞിയുടെ അടയ്ക്ക പ്രൗഢി വീണ്ടും ഉണർന്നു. സജീവമായി വിപണി. കേരളത്തിലെ ശ്രദ്ധേയമായ അടയ്ക്ക വിപണിയായി അറിയപ്പെട്ടിരുന്ന കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2 മാസമായി നിശ്ചലമായ പഴഞ്ഞിയിലെ വ്യാപാര കേന്ദ്രമാണ് വീണ്ടും തുറന്നത്. പാവർട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയ നവീകരണ സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. വാർത്തകൾ വിശദമായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ടെൻഡർ വിവാദം. പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച UDF അംഗങ്ങൾ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. ഗ്രാമപഞ്ചായത്തിലെ 2025-26 വർഷത്തെ തെരുവ് വിളക്ക് അറ്റകുറ്റപ്പണിക്കായുള്ള ടെൻഡറുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തെ UDF അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. പഞ്ചായത്ത് യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി പരിഗണിച്ച വിഷയത്തിൽ ടെൻഡർ വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തനം നടന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. 14-15 വാട്ട് ബൾബുകൾ സ്ഥാപിക്കേണ്ടതിന് പകരം പല സ്ഥലങ്ങളിലും 9 വാട്ട് ബൾബുകളാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതുമൂലം പൊതുജനങ്ങൾക്ക് ആവശ്യമായ വെളിച്ചം ലഭിക്കാത്തതും സുരക്ഷാ പ്രശ്നങ്ങൾ ഉയരുന്നതും ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം നിരാകരിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചതിനെ തുടർന്ന് UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. അഴിമതി മറച്ചുവെക്കാൻ അന്വേഷണം ഒഴിവാക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ UDF അംഗങ്ങൾ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ LDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെയും ജനങ്ങളുടെ നികുതിപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കി കരാറുകാരൻ സുജിത്ത് നടത്തിയ ടെൻഡർ ലംഘനത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്താത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും UDF നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. TO സെബി, KL പോൾസൺ, അനീഷ് ആന്റണി, അനുഷ ഷാഫർ, ജെസി ജോസഫ്, റസിയ അലി, ഷൈസിന ജിംഷാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കും പ്രതിഷേധവും നടന്നത്. കഴിഞ്ഞ വർഷങ്ങളും ഏകദേശം 10 വർഷത്തോളമായി ഈ കോൺട്രാക്റ്റുകാരൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഉറപ്പാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും അതിൻ്റെ മുൻപുള്ള ഭരണസമിതിയുടെ കാലത്തും തുടർന്നു പോയിരുന്നത്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിപക്ഷ മെമ്പർമാരായ 7 പേര് ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഈ സമരമുറ ഉപയോഗിക്കുമെന്നും പറഞ്ഞു. കുന്നംകുളം ചൊവ്വന്നൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ തെക്കേപ്പുറം സ്വദേശി ദിവേഷിനെ പരിക്കുകളോടെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയ്ക്കും കാറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന കാറും ചൊവ്വന്നൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ഞായറാഴ്ച രാത്രി 7:30 അപകടം. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പഴഞ്ഞിയുടെ അടയ്ക്ക പ്രൗഢി വീണ്ടും ഉണർന്നു. സജീവമായി വിപണി. കേരളത്തിലെ ശ്രദ്ധേയമായ അടയ്ക്ക വിപണിയായി അറിയപ്പെട്ടിരുന്ന കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2 മാസമായി നിശ്ചലമായ പഴഞ്ഞിയിലെ വ്യാപാര കേന്ദ്രമാണ് വീണ്ടും തുറന്നത്. പ്രായാധിക്യം മൂലം സ്വകാര്യമായി മാർക്കറ്റ് നടത്തിവന്നിരുന്ന ചേറുവേട്ടൻ പിന്മാറിയതോടെ കർഷകരും തൊഴിലാളികളും വ്യാപാരികളും ഒരുപോലെ ആശങ്കയിലായിരുന്നു. അപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ സംയോജിത ഇടപെടൽ ഒരു നാടിന്റെ പ്രതീക്ഷയായി മാറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ചെറുവേട്ടന്റെ വീട്ടിലെത്തി ഏറെ നേരം സംസാരിച്ചെങ്കിലും പ്രായത്തിന്റെ അവശതകളിൽ തട്ടി ചർച്ചകളിൽ പുരോഗതിയുണ്ടായില്ല. പഞ്ചായത്ത് നേരിട്ട് മാർക്കറ്റ് ഏറ്റെടുത്ത് നടത്താമെന്ന നിർദ്ദേശവും അദ്ദേഹം വിനയത്തോടെ നിരസിച്ചതോടെയാണ് പഴഞ്ഞിയുടെ വിപണി പാരമ്പര്യം നിലനിർത്താൻ പുതിയ വഴികൾ തേടേണ്ടി വന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ഒരു അടയ്ക്ക മാർക്കറ്റ് എന്നുള്ളതല്ല, കേരളത്തിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അടയ്ക്കയുടെ വില നിലവാരം നിശ്ചയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു മാർക്കറ്റ് എന്ന നിലയിൽ ഈ മാർക്കറ്റ് ഇവിടെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്യാമേട്ടനെ പോലുള്ള അടയ്ക്ക കർഷകരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചത്.
പരിചയസമ്പന്നനായ വ്യാപാരി പഴഞ്ഞി ചീരൻ ശാമുവലിലേക്ക് പഞ്ചായത്ത് നേതൃത്വവും ജനപ്രതിനിധികളും ചേർന്ന കൂടിക്കാഴ്ചകൾ ഒടുവിൽ പുതിയ വിപണിയുടെ വാതിൽ തുറന്നു. പഴയ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ പുതിയ വിപണി ഉയർന്നു. ജോലി കിട്ടിയ തൊഴിലാളികൾക്കും ആശ്വാസമായി. പഴഞ്ഞിയുടെ സാമ്പത്തിക ഹൃദയമിടിപ്പ് വീണ്ടും തുടങ്ങുമ്പോൾ ഉദ്ഘാടന ദിവസം തന്നെ നൂറുകണക്കിന് പേരാണ് അടക്കയുമായി വിപണിയിലെത്തിയത്. പഴയ അടയ്ക്കയ്ക്ക് 10,101 രൂപ വില ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ആദ്യ കച്ചവടം. എല്ലാവരും കൈയടിക്കുക. 10,101 ഒരു വട്ടം, 10,101 രണ്ട് വട്ടം, 10,101 മൂന്ന് വട്ടം. SSR ഷിജോയ് തോലത്ത് ചാലിശ്ശേരി ആദ്യ ലേലം 1 തുലാം 10,111 രൂപയ്ക്ക് ഏറ്റെടുത്തത് കർഷകർക്ക് പ്രതീക്ഷയായി. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കർഷകർ അടക്കയുമായി മാർക്കറ്റിലെത്തി. പുതിയ അടയ്ക്ക മാർക്കറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. എല്ലാ ദിവസവും രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലും പൊതുമാർക്കറ്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കർഷകർക്കും വ്യാപാരികൾക്കും ലഭ്യമാക്കുന്ന രീതിയിലുമാകും പുതിയ വിപണി പ്രവർത്തിക്കുകയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വാർഡ് മെമ്പർ ജിൻസി സജു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ജനപ്രതിനിധികൾ ശ്യാമു ചീരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായിരുന്ന മാടമ്പ് കുഞ്ഞുകുട്ടന്റെ 5ാം ഓർമ്മദിനാചരണം കിരാലൂർ മാടമ്പ് മനയിൽ നടന്നു. മാടമ്പ് ഓർമ്മദിന പരിപാടികൾക്ക് മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ ചെയർമാൻ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷനായി. പ്രശസ്ത കവി V മധുസൂദനൻ നായർ കഥപറച്ചിലിന്റെ ഭാരതീയ വഴികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. EM ദിവാകരൻ സ്വാഗതവും ആശാ പ്രഭു നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പാനൽ ചർച്ചകളിൽ മലയാള തിരക്കഥയുടെ പൈതൃകം എന്ന വിഷയത്തിൽ സത്യൻ അന്തിക്കാട്, ലാൽ ജോസ് തുടങ്ങിയവരും മലയാള തിരക്കഥയുടെ പരിണാമം എന്ന വിഷയത്തിൽ ശ്യാമപ്രസാദ്, മുരളി ഗോപി തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് ഒരു കഥയുണ്ട് കേൾക്കൂ എന്ന മാടമ്പിന്റെ ഭ്രഷ്ടിനെ അധികരിച്ചുള്ള കഥാ സെക്ഷൻ പ്രിയരാജ് ഗോവിന്ദരാജ് സംസാരിച്ചു. കിഷൻ മാടമ്പ് ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ ശ്രീകല, റിയ അരവിന്ദ്, ജയൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഓർമ്മദിനത്തിന്റെ ഭാഗമായി ഡോക്ടർ MP പാർവതി ക്യൂറേറ്ററായി മാടമ്പ് പോസ്റ്റ് കാർഡുകളിൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. കുന്നംകുളത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഇതോടെ റോഡ് തകർന്ന അപകട ഭീഷണിയും ഉണ്ട്. സംഭവത്തിൽ അധികൃതർക്ക് നിസ്സംഗതയെന്ന് ആക്ഷേപം. വേനൽ കഠിനമായതോടെ കുടിവെള്ളത്തിനായി ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും കുന്നംകുളത്ത് പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുന്നിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വെള്ളം പാഴാകുന്നത്. റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. റോഡിന്റെ വളവ് വരുന്ന ഭാഗത്ത് തകരാർ സംഭവിച്ചതിനാൽ അപകട സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ ചരലുകളും കല്ലുകളും കാരണം ഇരുചക്രവാഹനങ്ങൾ തെന്നിവീണ് അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈക്ക് യാത്രികരിൽ ചിലർ നിയന്ത്രണം വിട്ട് വീണ് പരിക്കേറ്റിരുന്നു. ഒരാഴ്ചയായി ദുരവസ്ഥ തുടർന്നിട്ടും നടപടിയെടുക്കേണ്ട വാട്ടർ അതോറിറ്റി അധികൃതർ തികഞ്ഞ നിസ്സംഗതയാണ് പുലർത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വിവരം പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പൈപ്പ് നന്നാക്കാനോ റോഡിലെ അപകടാവസ്ഥ പരിഹരിക്കാനോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കുടിവെള്ളം പാഴാകുന്നത് തടയാനും റോഡിലെ കുഴികൾ അടച്ച യാത്രക്കാരുടെ ജീവൻ സംരക്ഷിക്കാനും ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മങ്ങാട് നിയന്ത്രണം വിട്ട കാർ മരത്തിൽ ഇടിച്ച അപകടം. ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്കേറ്റു. നാലാങ്കല്ല് ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. കടങ്ങോട് ചക്ലിയക്കുന്നത്ത് വീട്ടിൽ 25 വയസ്സുള്ള ഷൈമ, 48 വയസ്സുള്ള ദിൽഷ എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ആക്സ് ആംബുലൻസിലും 108 ആംബുലൻസിലും പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. ശക്തമായ മഴയിൽ ദേശീയപാത തിരുവത്ര അത്താണിയിൽ സർവീസ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. മഴ പെയ്താൽ സർവീസ് റോഡ് വെള്ളക്കെട്ടിലാകുന്നത് പതിവാണ്. ദേശീയപാതയോട് ചേർന്ന് കാനകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. മഴക്കാലം വരുന്നതോടെ നാട്ടുകാരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
വെങ്ങിയാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള പടിഞ്ഞാറ്റുമുറി സെന്റ് ജോർജ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് കരിച്ചാൽ ദേശത്തേക്ക് റാസയും താൽക്കാലിക കുരിശടിയിൽ ധൂപപ്രാർത്ഥനയും നടത്തി. ആർത്താറ്റ് സെന്റ് മേരി സിറിയൻ സിംഹാസന പള്ളി വികാരി ഫാദർ ജിബിൻ ചാക്കോ, സഹവികാരി ഫാദർ മനു തങ്കച്ചൻ, ഇടവകാംഗങ്ങളായ ഫാദർ വികാസ് വടക്കൻ, ഫാദർ ജയേഷ് ജേക്കബ് പുലിക്കോട്ടിൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ആശീർവാദവും നടത്തി. ശേഷം നേർച്ച സദ്യ വിതരണവും ഉണ്ടായിരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുര്യൻ, ട്രസ്റ്റി സോജൻ, സെക്രട്ടറി അരുൺ ടി രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. മണലൂർ നിയോജക മണ്ഡലം നിയുക്ത എംഎൽഎ പ്രൊഫസർ സി രവീന്ദ്രനാഥ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നന്ദി പറഞ്ഞ് പാടൂർ കടവ് ചായക്കൂട്ടത്തിൽ. മുൻ മന്ത്രിയും മണലൂരിന്റെ നിയുക്ത എംഎൽഎയുമായ പ്രൊഫസർ രവീന്ദ്രനാഥ ഇലക്ഷൻ പ്രചരണ കാലത്ത് പാടൂർ കടവ് ചായക്കൂട്ടത്തിലെത്തി കലാകാരന്മാർക്കൊപ്പം പാട്ടുപാടിയിരുന്നു. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. മനോഹരമായ ഗാനം ആലപിക്കുകയും ഗ്രാമീണ സങ്കല്പങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഗ്രാമീണ കൂട്ടായ്മ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണെന്നും ജാതി മതഭേദമന്യേ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നാടിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിൽ ജനോപകാരമായ വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കൂട്ടായ്മ അംഗങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയും മനോഹരമായ ഗാനങ്ങൾ ആസ്വദിച്ചും അംഗങ്ങൾക്കൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് നിയുക്ത എംഎൽഎ മടങ്ങിയത്. പൊതു ഇടത്തെ സൃഷ്ടിക്കുവാനും വിപുലീകരിക്കുവാനും ശ്രമിക്കുക. പൊതു ഇടങ്ങൾ ഗ്രാമങ്ങളിൽ വളരുമ്പോൾ മനുഷ്യ മനസ്സിലും പൊതു ഇടങ്ങൾ വളരും. മനുഷ്യ മനസ്സിൽ പൊതു ഇടങ്ങൾ വളരുന്നതാണ് മാനവിക സംസ്കാരത്തിന്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ മാനവികതയുടെ ജ്വലനം സൃഷ്ടിക്കുവാനുള്ള ഒരു ഇടപെടലായി ചായക്കൂട്ടത്തെ ഞാൻ കാണുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യമായി വന്നപ്പോൾ വാസ്തവത്തിൽ അത്ഭുതം തോന്നി. പാവർട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ദേവാലയ നവീകരണ സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തി. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ, ഡീക്കൻ ജോബി വായാട്ടുകുഴി, നവീകരണ കമ്മിറ്റി ഫിനാൻസ് കൺവീനർ ഒ ജെ ഷാജൻ മാസ്റ്റർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒന്നാം സമ്മാനം മഹീന്ദ്ര ഥാർ, രണ്ടാം സമ്മാനം മാരുതി വാഗണർ, മൂന്നാം സമ്മാനം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തുടങ്ങി നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും വിജയികൾക്ക് നൽകി. ദേവാലയ നവീകരണത്തിനായി സംഭാവന നൽകിയവരെയും കൂടുതൽ കൂപ്പൺ പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ സഹായിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് തേക്കിൻകാട് മ്യൂസിക് ബാൻഡും ആട്ടം കലാസമിതിയുടെ ചെണ്ടമേളവും ചേർന്ന മെഗാ ഫ്യൂഷൻ മ്യൂസിക് ഷോയും അരങ്ങേറി. ചാവക്കാട് നഗരസഭ പരപ്പിൽ താഴം ട്രഞ്ചിംഗ് ഗ്രൗണ്ട് MCF ഗോഡൌണിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഇന്ന് ഉച്ചയോടെയാണ് ഹരിതകർമ്മസേന പ്രവർത്തകർ പാമ്പിനെ കണ്ടത്. തുടർന്ന് സ്നേക് ക്യാച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പലിനെ അറിയിച്ചതിനെ തുടർന്ന് സഹായി ഹംസക്കുട്ടിയും ചേർന്ന് പാമ്പിനെ പിടികൂടി. പിന്നീട് വനം വകുപ്പിന് കൈമാറി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ ജാഗ്രത 2026 പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഗൃഹശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വീടുകളും പരിസരങ്ങളും ശുചീകരിക്കുന്നതിനൊപ്പം പൊതുസ്ഥലങ്ങളും വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശങ്ങളും വൃത്തിയാക്കി. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 16-ന് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും മെയ് 17-ന് ഓരോ വാർഡുകളിലെയും പൊതുസ്ഥലത്ത് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും നടക്കും. മെയ് 18-ന് രാവിലെ 10 മണിക്ക് മറ്റം കരീസ്മ ഓഡിറ്റോറിയത്തിൽ ആരോഗ്യ ജാഗ്രത 2026ന്റെ ഭാഗമായി ഗൃഹശ്രീ പുരസ്കാര വിതരണം, കാലവർഷ ആരോഗ്യ ജാഗ്രതാ പദ്ധതി രേഖാ പ്രകാശനം, ലോകാരോഗ്യ ദിന സെമിനാർ, പ്രഥമ ശുശ്രൂഷ പരിശീലനം തുടങ്ങിയ പരിപാടികൾ സംയുക്തമായി സംഘടിപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബും കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്തയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. വാർഡിലെ എല്ലാ വീടുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏറ്റവും മികച്ച 5 വീടുകളെ തിരഞ്ഞെടുത്ത് അതിൽ 5 വീട്ടിലെ ആളുകൾക്ക് ഒരു ഗൃഹശ്രീ അവാർഡ് 18-ാം തീയതി നടക്കുന്ന ആരോഗ്യ ജാഗ്രതാ സെമിനാറിൽ വെച്ച് നൽകുന്നതാണ്. മറ്റം കരീസ്മ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് മറ്റം ഗേൾസ് സ്കൂളിൻ്റെ സൈഡിലാണ് നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ഞായറാഴ്ച 17-ാം തീയതി ഇതിനും വിപുലീകരിച്ച് നമ്മൾ ക്ലീനിങ് നടത്തുന്നതാണ്. പിന്നെ പോരാത്തന്നെ വീടുകളിൽ ഇന്ന് നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് ക്ലീനിങ്ങൾ നടത്തുന്നുണ്ട്.
18-ാം തീയതി നമുക്ക് വരുന്ന ദിവസം വിഷുക്കൈനീട്ടമായി ലഭിച്ച തുക പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്കായി മാറ്റിവെച്ച കൊച്ചുമിടുക്കരുടെ കാരുണ്യത്തിൽ 30ഓളം വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി കുന്നംകുളം സേവാഭാരതി. വള്ളിക്കാട്ടിൽ ബിനീഷ് സവിത ദമ്പതികളുടെ മക്കളായ സാത്വിക് സാൻവിക എന്നിവരും മരക്കാത്ത് സഞ്ജു അർച്ചന ദമ്പതികളുടെ മക്കളായ ആദികേഷ് ദേവദർശ് എന്നിവരും തങ്ങൾക്ക് ലഭിച്ച വിഷുക്കൈനീട്ടം സേവാഭാരതിയുടെ വിദ്യാഭ്യാസ സഹായ നിധിയിലേക്ക് കൈമാറിയിരുന്നു. ഈ തുക വിനിയോഗിച്ച് പ്രദേശത്തെ 30ഓളം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും കുടകളും വിതരണം ചെയ്തു. സേവാഭാരതി സമിതി പ്രസിഡന്റ് വി എ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളെയും പ്രോത്സാഹനം നൽകിയ രക്ഷിതാക്കളെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. സേവാഭാരതി ജില്ലാ സ്വാവലംബൻ കൺവീനർ വാസുദേവൻ സേവാ സന്ദേശം നൽകി. കുന്നംകുളം സേവാഭാരതി ജനറൽ സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, ശങ്കരനാരായണൻ മരക്കാത്ത്, സനൽ കാണിപ്പയ്യൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാഠപുസ്തകങ്ങളിൽ നിന്ന് ജീവിത പാഠങ്ങളിലേക്കുള്ള അരനൂറ്റാണ്ട് നീണ്ട സൗഹൃദയാത്രയുടെ മധുരം പങ്കുവച്ച് വട്ടേനാടൻസ് 75-76 കൂട്ടായ്മയുടെ 6ാമത് വാർഷിക കുടുംബ സംഗമം നടത്തി. വട്ടേനാട് സർക്കാർ ഹൈസ്കൂളിൽ 1975-76 വർഷത്തിൽ SSLC പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് കണിച്ചിറയ്ക്കൽ മാളിൽ സംഗമം സംഘടിപ്പിച്ചത്. പഴയ കൂട്ടുകാർ വീണ്ടും ഒന്നിച്ചപ്പോൾ വേദി പഴയ സ്കൂൾ മുറ്റത്തിന്റെ ഓർമ്മകളിലേക്ക് തിരിച്ചെത്തി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കുചേർന്നു. വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയ സഹപാഠികൾ പഴയ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ചിലരുടെ കണ്ണുകളിൽ നനവും ചുണ്ടുകളിൽ പുഞ്ചിരിയും ഒരുപോലെ നിറഞ്ഞു. ഒരുമിച്ച് പഠിച്ച കൂട്ടുകാർ പലരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമായി മാറിയെങ്കിലും സൗഹൃദത്തിന്റെ ഊഷ്മളതയ്ക്ക് ഇരട്ടി മധുരമായി. പഴയകാല സിനിമാ ഗാനങ്ങളുടെ ആലാപനവും സ്കൂൾ കാല അനുഭവങ്ങൾ പങ്കുവച്ചതും സംഗമത്തെ കൂടുതൽ മനോഹരമാക്കി. വേർപിരിഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും ജീവിതയാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവരെയും അനുസ്മരിച്ചു. വട്ടേനാടൻസ് കൂട്ടായ്മയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. സുവർണ ജൂബിലിയുടെ ഭാഗമായി എല്ലാ അംഗങ്ങൾക്കും മൊമെന്റോയും സമ്മാനിച്ചു. 1975-ൽ 3 ഡിവിഷനുകളിലായി പഠിച്ചിരുന്ന 67 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. രേവതി വേണു, ടി അബ്ദുൽ ഖാദർ, എ വി അബ്ദുറഹ്മാൻ, ഒ ഗോവിന്ദൻകുട്ടി, പി ഹനീഫ, പി വി അബ്ദുൽ അസീസ്, ടി പി രാധാകൃഷ്ണൻ, വി ശോഭന, എ വി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. ചാവക്കാട് വെച്ച് നടന്ന ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ചടങ്ങ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും ഗുരുവായൂർ MLAയുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി MK സുനിൽ, ജില്ലാ ട്രഷറർ KG സന്ധ്യ, CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി, ഉണ്ണി വാറനാട്ട്, KV വസന്ത് എന്നിവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ നിന്നും വിജയിച്ച NK അക്ബർ MLAയെ ചടങ്ങിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നതിനായി ജനവിധിയുടെ പാഠങ്ങൾ എന്ന പേരിൽ പൊതുചർച്ച സംഘടിപ്പിച്ചു. വെള്ളറക്കാട് ഇടം ഓഫീസിൽ നടന്ന ചർച്ചയ്ക്ക് KP ജയൻ മോഡറേറ്ററായി. DCC സെക്രട്ടറി PS സുനീഷ്, CPIM കടങ്ങോട് ലോക്കൽ കമ്മിറ്റി മെമ്പർ KR രൂപേഷ്, PT സുശാന്ത്, TS സുബിദ്, KR വൈശാഖ്, NK അക്ബർ അലി, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികളെ അടിമകളാക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ ചാവക്കാട് ലേബർ ബില്ലുകൾ കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. PP നാരായണൻ, MM സുമേഷ്, KK സഫീറ, വിശാലാക്ഷി, ലെനമോൾ, ജ്യോതിരാജ്, മോസീന, സ്മിത എന്നിവർ പങ്കെടുത്തു. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി വിജയാഹ്ലാദ റാലി നടത്തി. തുടർച്ചയായി 3ാം തവണയും കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച AC മൊയ്തീന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച റാലി പഴഞ്ഞി മെയിൻ റോഡ്, ജെറൂസലേം ഹൈസ്കൂൾ റോഡ് വഴി അയ്യൂരിൽ സമാപിച്ചു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനോഷ് എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് കളരിക്കൽ കുടുംബസംഗമം നടന്നു. ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണരാജ് അധ്യക്ഷനായി. രുക്മിണി പണിക്കർ, മോഹനൻ ചേർപ്പ്, മനോജ് ദേശമംഗലം, പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്നവർക്ക് ആദരവും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളിഗ്രാമിന് 275 രൂപ. ചരമം കുന്നംകുളം ആനായ്ക്കൽ കുന്നത്ത് പരേതനായ കരുണാകരൻ ഭാര്യ വത്സല നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ജിജു, നിധിൻ എന്നിവർ മക്കളാണ്. തെക്കേപ്പുറം അയ്യപ്പത്ത് നാരായണൻ മകൻ ശിവരാജൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടത്തും. പ്രമീളയാണ് ഭാര്യ. പ്രശോഭ, ജിത്രാജ്, പിങ്കി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ടെൻഡർ വിവാദം. പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച UDF അംഗങ്ങൾ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധം. പഴഞ്ഞിയുടെ അടയ്ക്ക പ്രൗഢി വീണ്ടും ഉണർന്നു. സജീവമായി വിപണി. കേരളത്തിലെ ശ്രദ്ധേയമായ അടക്ക വിപണിയായി അറിയപ്പെട്ടിരുന്ന കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ 2 മാസമായി നിശ്ചലമായ പഴഞ്ഞിയിലെ വ്യാപാര കേന്ദ്രമാണ് വീണ്ടും തുറന്നത്. പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയ നവീകരണ സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.